ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും എന്ത് സ്നാക്കാണ്. ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ പച്ചരി ഉണ്ടല്ലോ, പച്ചരിയും വെച്ചിട്ട് നല്ല സോഫ്റ്റിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ട്രഡീഷണലായ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ സോഡാപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ സോഡാപ്പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല പെർഫെക്ഷനാണ്, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ്. അപ്പോൾ ഇതിൽ കുറേ കല്ലും നെല്ലിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ 1 കപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ കപ്പില്ലാത്തവർക്ക് ഒരു സാധാ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ എടുക്കാം. അത് കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുവാണ്. നമുക്കൊരു 2 മണിക്കൂർ ഈ അരി ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഏകദേശം കുറഞ്ഞത് നിങ്ങൾ 2 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂറിന് ശേഷം ഞാൻ അരി വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ 250 ഗ്രാം ആട്ടോ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ്സിന്. അപ്പോൾ നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കണത് ഇതിലെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഴമാണ്, ചെറുപഴമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീരെ കുഞ്ഞിതൊക്കെ ആണെങ്കിൽ ഒരു 3 എടുക്കുക, വലുതാണെങ്കിൽ ഒരു 2 മതി. ഞാനിവിടെ എടുത്തേക്കണ പഴം പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. പിന്നെ പഴം ചേർത്ത് കൊടുക്കണം. ഞാൻ 2 പഴം ചേർക്കുന്നുണ്ട്. ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ 1.5 പഴമൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ഏലക്ക മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പൊടിയായിട്ടാണെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെയാട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് ചേർക്കേണ്ടത് റവയാണ്. 1 സ്പൂൺ, സാധാ 1 സ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് കൊടുക്കണം. അപ്പോൾ 1 സ്പൂൺ തേങ്ങാക്കൊത്ത് 1 സ്പൂൺ നെയ്യിൽ ഞാൻ വഴറ്റി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ആ നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കാതെ ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം കറക്റ്റ് പാകമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള മേളിൽ നിന്ന് വീണ ആ ഒരു പരുവാണ്, മുറിഞ്ഞു പോവാതെ മാവ് നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 ഭാഗം ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ നന്നായിട്ട് പൊങ്ങി നമ്മുടെ ഉണ്ണിയപ്പം വരും. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടല്ലോ, നല്ല പെർഫെക്ഷനിൽ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് അധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഉണ്ണിയപ്പം കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഏകദേശം ഈ 1 കപ്പ് മാവും കൊണ്ട് നമുക്ക് ഒരു 20 ഉണ്ണിയപ്പമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് 20 ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇത്. നമ്മൾ സോഡാപ്പൊടി ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടും. നമ്മൾ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ കണ്ട ഉള്ളൊക്കെ ഇരിക്കുന്നുണ്ട്, ശരിക്കും പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.